my dears, welcome back to my channel. എന്തെല്ലാം കൂട്ടുകാരെ വിശേഷങ്ങൾ? So once again good morning from Trichy. ഇത് നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ്. What do you feel? എന്തെങ്കിലൊക്കെ തോന്നുന്നത്? ഹാപ്പി. ഇന്നലെ രാത്രി ഞങ്ങൾ ഒരു പോള കണ്ടടിച്ചിട്ടില്ല. കൊതുകിന്റെ ശല്യം. റൂമിൽ ചെറുതായിട്ട് കൊതുകുണ്ടായിരുന്നു. പക്ഷെ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. ഇവരൊക്കെ പറയേണ്ട കൊതുകുണ്ട്. പക്ഷെ ഞാൻ ഉറങ്ങിയിട്ടില്ല. എൻ്റെ ഉറക്ക് ശരിക്കും ശരിയായിട്ടില്ല. പക്ഷെ എന്നാലും ഇവരൊക്കെ പറയണേ ഞാൻ നല്ലോണം ഉറങ്ങിയതാണ്. എനിക്കറിയില്ല എന്താണ് അവസ്ഥ. ഇവര് രണ്ടുപേരും തീരെ ഉറങ്ങിയിട്ടില്ല അത്ര. ഞാൻ പിന്നെ എന്താണെന്നറിയോ, എന്റെ കമ്പാരിറ്റീവ്ലി ഞാൻ ഉറങ്ങിയിട്ടില്ല എന്ന് പറയാം. അതാണ് അവസ്ഥ. അപ്പൊ ഇന്ന് ഞങ്ങളുടെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ ഇന്ന് കോളേജിൽ പോവാണ്. പിന്നെ എന്താണ് യെസ്, ഇന്നത്തെ നമ്മളെ വ്ളോഗ് എന്താ വെച്ചാൽ എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് വേണമല്ലോ. ഇന്നലെ പറഞ്ഞ സെയിം സാധനങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ ആകുമ്പോൾ എൻ്റെ വ്യൂവേഴ്സിന് സബ്സ്ക്രൈബേഴ്സിന് ബോറടിക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഞങ്ങളെ ഡ്രസ്സൊക്കെ നോക്കൂ. ഞങ്ങളെ യൂണിഫോം കണ്ട അപായാണ്. ജിൻഷൊക്കെ ആദ്യമായിട്ടാണ് അപായിട്ട് കാണുന്നത് കേട്ടോ. ജിൻഷിന്റെ ഫേസ് നോക്കട്ടെ കേട്ടോ. ജിൻഷി ഉമ്മാന്റെ അപായ, പിന്നെ എന്താണ് ജെസ്സി താത്താന്റെ അപായ. അല്ല സ്വന്താണോ? എൻ്റെത് പിന്നെ സ്വന്താട്ടോ. ഞാൻ പിന്നെ എൻ്റെ അപായ ഞാൻ കാണിച്ചു തന്നിട്ടായിരുന്നല്ലോ. ഞാൻ വാങ്ങിച്ചതടക്കം കാണിച്ചു തന്നിട്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ പ്ലാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഐ ഈറ്റിൻ്റെ ആണ്. ഇവർക്കൊന്നും വ്ളോഗിൽ സംസാരിച്ച് തീരെ ശീലമില്ല. ഇവിടെ വന്ന് നിൽക്ക്. വ്ളോഗിൽ സംസാരിച്ച് തീരെ ശീലമില്ല. അപ്പൊ ജിൻഷി പറയാം, ജിൻഷിന്റെ തോട്ട്സ് എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസത്തിൽ? അതിന്റെ ടെൻഷൻ നമ്മളെ ഫസ്റ്റ് എക്സാം ആട്ടോ. കുഴപ്പമില്ല, എന്നാലും വി വിൽ ഡു ഇറ്റ് അവർ ബെസ്റ്റ്. ഇന്നലെ നമ്മള് നന്നായിട്ട് കുത്തിയിരുന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ പാത്തുമ്മ കുറച്ചിങ്ങോട്ട് നിൽക്കുന്ന കാണില്ലേ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഞങ്ങൾ കുറച്ചധികം നല്ല അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ 12 മണി വരെ ഇരുന്ന് പഠിച്ചു അല്ലേ. രാവിലെ നീറ്റ് റിവൈസ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഓരോ അതെ, നമ്മള് ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് ഇവര് രണ്ടുപേരും സെയിം ഷെയ്ഡിൻ്റെ വേറെയാണ് കേട്ടോ. അപ്പൊ അതാണ് കഥ. അപ്പൊ ഞങ്ങൾ ഇപ്പം തന്നെ ഇറങ്ങും. സമയം ഇപ്പൊ എത്രയും? വാട്ട് ഇസ് ദ ടൈം? 7:05 ആയിട്ടുണ്ട് സമയം. അപ്പം ഞങ്ങളിപ്പോൾ പുറത്തിറങ്ങി. എൻ്റെ കയ്യിൽ സത്യം പറഞ്ഞാൽ വാച്ചില്ല. ജിൻഷിൻ്റെ ഒക്കെ കയ്യിലെ വാച്ച് കണ്ടിട്ട് എനിക്ക് അസൂയ തോന്നുന്നു. എൻ്റെ കയ്യിൽ വാച്ചില്ലേ? ഇവൾക്ക് പിന്നെ വാച്ച് വേണ്ടത്രേ. വാച്ച് ഉണ്ടായി കഴിഞ്ഞാൽ ടെൻഷനാണ്. അതുകൊണ്ട് എനിക്ക് വാച്ച് വേണം. ഞാൻ ടൈം മാനേജ് ചെയ്തിട്ടാണ് എസ്കാം എഴുതാറുള്ളത്. അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ. അപ്പോൾ വ്ളോഗ് ഫുള്ള് ഇപ്പോൾ തന്നെ 10 മിനിറ്റ് നടക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് വാട്ട് ഐ ഈറ്റിൻ്റെ ഇടയിൽ എടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് പത്മ ഹോട്ടലിലെ ഞങ്ങൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. സോ മൈ ഡിയേഴ്സ്, വാട്ട് ഐ ഈറ്റിൻ്റെ ഡെയിലി ഫസ്റ്റ് ഇതല്ല. എൻ്റെ ഫസ്റ്റ് ഇതാ തൈറോയിഡിൻ്റെ ടാബ്ലറ്റ് ആട്ടോ. തൈറോയിഡ് ഇത് കാണുമ്പോൾ വലിയ രോഗിയാണെന്നൊക്കെ വിചാരിക്കുകയൊന്നുമില്ല. ചെറിയൊരു വേരിയേഷൻ ഉള്ളൂ. പക്ഷെ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തൈറോയിഡ് മെഡിസിൻസ് ഇത് കഴിച്ചു. പിന്നെ ഞാൻ ഇതെനിക്ക് എക്സാമിന് കൊണ്ടുപോകാൻ വേണ്ടി നിറച്ച് വെച്ച കുപ്പിയിലെ വെള്ളമാണ്. ഇതാ ഈ വെള്ളം ഇത്രയേ ഞാൻ കുടിച്ചു. ഇതാണ് എൻ്റെ ഫസ്റ്റ് വാട്ട് ഐ ഈറ്റിൻ്റെ. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഹോമിയോ ടാബ്ലറ്റ്സ് ഉണ്ട് കേട്ടോ. ഇതിന് കുറച്ചും കൂടെ ഉള്ളത് കഴിഞ്ഞാൽ വേറെ ഉണ്ട്. അപ്പോൾ ഇത് വെള്ളത്തിൽ ഇങ്ങനെ ഉറ്റിച്ച് കുടിക്കുന്ന 2 മെഡിസിൻസ് ഉണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് എൻ്റെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ തുടങ്ങിയത്. വെള്ളം കുടിച്ചു, മെഡിസിൻസ് കഴിച്ചു. അപ്പോൾ ഇനി നെക്സ്റ്റ് പത്മ ഹോട്ടൽ. ഞങ്ങള് പത്മ ഹോട്ടലിൽ എത്തി. പത്മ ഹോട്ടലിൽ എത്തിയിട്ട് കേസരി കഴിച്ചോ? കേസരി ഇത് ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. ഇവിടുത്തെ കേസരി എന്താ അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഞങ്ങൾക്ക് ഇവിടെ തിന്നാം. കുഴപ്പമില്ല, ഞങ്ങൾ തിന്നോളാം. അപ്പൊ ഞങ്ങള് ഇന്ന് ഓർഡർ ചെയ്തത് പൂരി ആൻഡ് 3 സെറ്റ് പൂരി ആൻഡ് കറി. ഇഷ്ടു എന്നാണ് അതിന്റെ പേര്. നമ്മള് മലയാളികൾ ഇഷ്ടു എന്ന് പറഞ്ഞ സ്റ്റൂ ആണ്. എന്ത് സ്റ്റൂ ആണ് അറിയാം? പൊട്ടാറ്റോ സ്റ്റൂ ആണ് അല്ലേ? നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പൂരിയും അതുപോലെ പൂരിൻ്റെ കൂടെയുള്ള കറി. ഇതാണ് കറി. പിന്നെ ഇത് കോക്കനട്ട് കറിയാണ് ഇത്. അങ്ങനെ ഞങ്ങളെ പൂരി പിന്നെ അതുപോലെ ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് 3 പൂരി ആൻഡ് മസാല സ്റ്റ്യൂ. 3 പൂരി ആൻഡ് മസാല സ്റ്റ്യൂ ആണ്. ഇന്ന് ഞങ്ങൾ 3 പേരും ഒരേപോലെ തന്നെ കഴിച്ചത്. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് വാട്ട് ഐ ഈറ്റിൻ്റെ ഇടയിൽ
ഭൂരിയാണ്. അപ്പോൾ നമ്മുടെ എക്സാമൊക്കെ കഴിഞ്ഞ് കോളേജിൽ നിന്ന് ഞങ്ങൾ തിരിച്ച് ഇവിടെ എത്തി. ഇവിടെ തിരിച്ച് റൂമിലെത്തി. എൻ്റെ വിജൃംഭിച്ച ഫേസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. ഭയങ്കര ടാസ്ക്കാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു. ഫുഡ് കേരള മെസ്സിൽ നിന്ന് ഓർഡർ ചെയ്തു. സാധാരണ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു തിരിച്ചു വരുമ്പോൾ എന്തിനാ ഹോട്ടലിൻ്റെ പേര് പത്മ ഹോട്ടലിൽ നിന്ന് കഴിക്കണം എന്നാണ് വിചാരിച്ചത്. പക്ഷെ ആരോഗ്യകരമായിട്ട് ഭയങ്കര ക്ഷീണമാണ്. അവിടെ പോയി ക്യൂ നിൽക്കാനുള്ള ആരോഗ്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വീട് എന്നൊന്നും പറഞ്ഞുകൂടാ, ഞങ്ങൾ നിൽക്കുന്ന ഹോട്ടൽ റൂമിലേക്ക് ഫുഡ് ഓർഡർ ചെയ്തു. അപ്പോൾ നല്ല സാധാ ചോറും കറിയും കൂട്ടാനുമാണ് ഇന്നത്തെ ഫുഡ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് വാട്ട് ഈറ്റിൻ്റെ ഡേ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഓരോന്നോരോന്നായിട്ട് നമ്മളെ ഫുഡും കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം. ഫുഡ് കഴിക്കുന്നത് ഇതായി ഈ വാഴൻ്റെ ഇലയിലാണ് കേട്ടോ അവർ തന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് ഓംലേറ്റ്, നമ്മൾ ഓംലേറ്റും സാധാ ചോറുമാണ്. എല്ലാ ദിവസവും ചിക്കൻ ഓർഡർ ചെയ്യും. ഭയങ്കര റേറ്റാണ് ഇവിടെ ചിക്കന്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഓംലേറ്റ് ഓർഡർ ചെയ്തു. പിന്നെ പിന്നെ ഇവിടെ ഒരു ഓട്ടം ഉണ്ട് കേട്ടോ, അങ്ങോട്ട് കറി വയ്ക്കാൻ നിൽക്കരുതേ. എന്താ ചെയ്യാം, അതെന്താ അതുകൊണ്ട് എന്താ കാര്യം? ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങളാണ്. ഇവിടെ അങ്ങനെ ഇങ്ങോട്ട് ഒഴിച്ചു, ഇങ്ങോട്ട് നീക്കി വെക്കുക. അപ്പോൾ ഞങ്ങൾക്ക് ഇരിക്കാൻ ടേബിൾ ഇല്ലാത്തതുകൊണ്ട് ബെഡിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ്. ജിൻഷിമോളെ പെട്ടെന്ന് ഓപ്പൺ തരോ വേണ്ടോ? കറികളുടെ ഒരു സംസ്ഥാന സമ്മേളനമാണ്. ഞങ്ങൾ 2 ചോറ് ഓർഡർ ചെയ്തു. 2 ചോറ് ഓർഡർ ചെയ്തത് ഞങ്ങൾക്ക് 3 പേർക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും. എന്നാലും ബാക്കി അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കറികളും കൂട്ടാനുകളും സാധനങ്ങളൊക്കെ. അപ്പോൾ ജിൻഷി ചോറ് ഇങ്ങനെ മിക്സ് ചെയ്താണ് നമ്മുടെ സപ്ലൈയർ. ഇതാണ് കുത്തരിച്ചോറ്, അതിന്റെ പേര്. ഇത് കേരള ചോറ്, മറ്റേത് ഇനി വരുന്നുള്ളൂ. അപ്പൊ ഞങ്ങള് ചോറ് ഇങ്ങനെ എടുത്തിട്ട് ഇത് ആദ്യം എല്ലാം കൂടെ ഇവിടെ മിക്സ് ചെയ്ത് തന്നിട്ട് ആവശ്യമുള്ളവർക്ക് ഇങ്ങനെ ഇങ്ങോട്ട് നീക്കി. ഇനി എന്തെങ്കിലും ചോറ് ബാക്കിയുണ്ട് കേട്ടോ. എന്താ അച്ചാറോ? അച്ചാറൊക്കെ ലാസ്റ്റ്. എനിക്ക് മീൻകറി. ഇതിലേതാ മീൻകറി? സാമ്പാറും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് മീൻകറിയാ തോന്നുന്നു. അല്ല ഇത് സാമ്പാറാ? എനിക്ക് വായില് വെള്ളം ഊർന്നു. ഭയങ്കര വിശപ്പ്. സമയം എത്ര ഇപ്പൊ? 3:30 ആയില്ലേ? 3:30 ആയി സമയം. ഇതുവരെ നിങ്ങളൊന്നും തലേ തട്ടിടാത്തോണ്ട് കാണിക്കാനുള്ള കോലല്ല. എന്താ കോലം? അങ്ങനെ വൈദ്യേഴ്സ് ഞങ്ങളെ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് തീറ്റയാണ്. ആ ചോറ് ഇന്നലെ ഫുള്ള് ഞങ്ങൾ കൊണ്ടുവന്ന ചോറ് ഫുള്ള് ബാക്കിയാണ്. ഇന്ന് മുഴുവൻ തീർന്നു. എഗ്ഗ് ചോറ് സംഭവങ്ങൾ. ഇനി പായസമുണ്ട്, രസമുണ്ട്, പിന്നെ മോരുണ്ട്, അതൊക്കെ കുടിക്കാണ്ട്. അങ്ങനെ ഗൈസ് ഫുഡ് കഴിച്ചു. റെസ്റ്റിങ്ങിലാകണ്ട, വയറ് കുമ്പൊക്കെ വലുതായി. വിശന്നിട്ട് ക്ഷീണവും വിശപ്പും എല്ലാം കൂടെ കൊണ്ട് സമയം ഇപ്പോൾ 3:53. എപ്പോഴാണ് ഞങ്ങൾ ഫുഡ് കഴിക്കണത് എന്താണെന്നറിയില്ല. ഞങ്ങൾ ക്ഷീണിച്ച അവശരായി പരവശരായി. അത് ഞങ്ങളുടെ അവസ്ഥ. ചില ആൾക്കാരൊക്കെ വിചാരിക്കണ്ട ഞങ്ങൾ സുഖവാസത്തിലാണെന്ന്. ഇതാണ് ദ റിയൽ ഫേസ് ഓഫ് ട്രിച്ചി ലൈഫ്. കുഴപ്പമില്ല, ഓക്കെയാണ് സെറ്റാണ്. അപ്പം ഇനി അടുത്തത് ഈവനിങ് ടീ കുടിക്കുന്നുണ്ടെങ്കിൽ കാണാം, അല്ലെങ്കിൽ ഡിന്നർ കഴിക്കുമ്പോൾ കാണാം. മൈ ഡിയേഴ്സ്, ഇപ്പോൾ സമയം ഏകദേശം 9:30 ആയി. ഞങ്ങൾ ഡിന്നർ കഴിക്കുന്ന സമയമായി. അപ്പോൾ ഞങ്ങൾ ഡിന്നറിൻ്റെ വിശേഷമാണ്. വാട്ട് ഈറ്റിൻ്റെ ഡേ ആയപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിന്ന് ഓർഡർ ചെയ്തത് സൂപ്പാണ് കേട്ടോ. ഇന്ന് ഉച്ചയ്ക്ക് നല്ല ഹെവി ഫുഡ് കഴിച്ചതുകൊണ്ട് ഇത് വേണ്ട. അപ്പോൾ ഒന്ന് സൂപ്പാണ് ഓർഡർ ചെയ്തത്. ചിക്കൻ ഹോട്ട് ആൻഡ് സോൾ സൂപ്പാണ്. ഓക്കെ, എൻ്റെ ഇന്നത്തെ നൈറ്റ് ഫുഡ് ഇത്. ഇവിടെ 2 പണ്ടാരങ്ങൾ കണ്ടോ, 2 പണ്ടാരങ്ങൾ തിന്നണ പോലത്തൊക്കെ കഴിഞ്ഞു. ആ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഒരു ചപ്പാത്തിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ചപ്പാത്തിയും ചിക്കൻ കറി. അങ്ങനെ അത് കഴിഞ്ഞു. ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ എന്താ പറയുക, ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഡിന്നർ വിശേഷങ്ങൾ. സോ ഐ ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ട്രിച്ചിയിൽ വന്നിട്ട് ഞങ്ങൾ വാട്ട് ഈറ്റിൻ്റെ ഡേ ആണെന്ന് ഞങ്ങൾ കാണിക്കാൻ വേണ്ടി ശ്രമിച്ചത്. ഐ ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് ഡൗൺ. ബൈ.